പ്രധാനമന്ത്രി സന്ദർശനം ആഘോഷമാക്കാൻ ബി.ജെ.പിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി എം മനോജ് മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനുമായി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിനുശേഷം മടങ്ങിയെത്താം. പ്രധാനമന്ത്രിയുടെ തൃശ്ശൂർ സന്ദർശനം ഒരു ഉത്സവരകലിൽ തന്നെയാണ് തൃശ്ശൂരിലെ ജനത ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇവിടെ അതൊക്കെ കാണുവാൻ വേണ്ടി അതൊക്കെ വിലയിരുത്തുവാനും വേണ്ടി ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും എത്തിയിട്ടുണ്ട്. നമ്മളോടൊപ്പം ശ്രീ കുമ്മനം രാജശേഖരൻ ചേരുകയാണ്. എന്തായാലും ഒരു തൃശ്ശൂർക്കാർക്കും അതുപോലെ തന്നെ കേരള ജനതയ്ക്കും ഒരു ഉത്സവം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതൊരു ജനകീയ ഉത്സവമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാതിനിധ്യത്തോടെ എല്ലാ അവാന്തര വിഭാഗങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇന്ന് പൊതുജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞടിക്കാൻ ഇടയാക്കുന്ന ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വളരെ പ്രകടമായ ഒരു സംഭവമായി തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ കഴിയുന്ന ഒരു മഹാസംഭവമായിട്ടാണ് ഈ മോഡിയുടെ തൃശ്ശൂർ സന്ദർശന പരിപാടി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരള രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് പോകണം, കേരള രാഷ്ട്രീയത്തിൽ ശാശ്വത മൂല്യങ്ങൾക്ക്, ജീവിതധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സംശുദ്ധ രാഷ്ട്രീയം ഉണ്ടാകണമെന്നുള്ള ജനങ്ങളുടെ ഒടുങ്ങാത്ത ദാഹമാണ് വാസ്തവത്തിൽ ഈ ഒരു പരിപാടിയുടെ ജനമുന്നേറ്റം തെളിയിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായിട്ട് തൃശ്ശൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉത്സവ ലഹരിയിലാണ്. ജനസമൂഹം ഒന്നാകെ ഉയർന്ന് അവസരത്തിനൊത്ത് വളർന്ന് ഇതിനോട് കൂടിച്ചേരുമ്പോൾ ഇവിടെ രാഷ്ട്രീയ ജാതിമത അഭിപ്രായ വ്യത്യാസങ്ങളോ ഭേദചിന്തകളോ ഒന്നുമില്ലാതെ ഒരു മാനവികതയുടെ ആ ഉദാത്ത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അതിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുന്ന, കൊടിയുടെ നിറം പോലും നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരുന്ന ഒരു വലിയ ജനകീയ ഉത്സവമായിട്ടാണ് വാസ്തവത്തിൽ ഇത് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ തുടക്കം എന്നും നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഇവിടെ തെരഞ്ഞെടുപ്പിന് പടിവാതിൽ നിൽക്കുകയാണ്. ഈ 100 ദിവസമോ അല്ലെങ്കിൽ അത്രത്തോളമൊക്കെ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട്. കാരണം ജനങ്ങളിൽ അത്ര പ്രകടമായ ഒരു മനം മാറ്റം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്ന കൂടാരമാണ്. ആ നിലംപതിക്കാറായ കൂടാരത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ മൂല്യം ക്ഷയിച്ചു. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാൻ പാടില്ലാത്ത വലിയ ആശയക്കുഴപ്പത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, LDFൻ്റെ പ്രവർത്തകർ. തമ്മിൽ ബന്ധമില്ല, തമ്മിൽ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള ആശയപരമായ ദാർഢ്യമില്ല, എന്തും ആർക്കും വിളിച്ചു പറയാം എന്നുള്ള അവസ്ഥയാണ്. അതെല്ലാം നൈരാശ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ആശയപരമായ ഒരു വലിയ ജീർണത ബാധിച്ചിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ, ഒരു സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ ഒരു പുത്തൻ വെളിച്ചം മോഡി ഈ ഒരു സന്ദർശനത്തോടുകൂടി കേരള ജനതയ്ക്ക് സമ്മാനിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇനി കേന്ദ്രമന്ത്രിമാരും കേരളത്തിൽ എത്തുമെന്നാണ് മറ്റ് നേതാക്കളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അത്തരത്തിൽ തന്നെയല്ലേ? അതെ, മറ്റ് പല നേതാക്കന്മാരും പല രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർ മോഡിയുടെ ഈ വരവിനോടുകൂടി ഇവിടെ ഒത്തുചേരുകയാണ്. കാരണം അവർക്കെല്ലാം ഈ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, ഇന്നത്തെ വനിതാ സമ്മേളനത്തിൽ വേദിയിലിരിക്കുന്നവർ തന്നെ നോക്കിയാലറിയാം, അല്ലെങ്കിൽ പങ്കെടുക്കുന്നവർ നോക്കിയാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇവിടെ നടന്നിരിക്കുന്ന പരിപാടികൾ തന്നെ നോക്കിയാൽ അതിൽ പങ്കെടുത്തിരിക്കുന്നവർ അവർ ഒരു മാനവികതയുടെ ഒരു ഉദാത്ത മൂല്യങ്ങൾ, മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രകടമായ ഭാവം കാണാൻ അതിവിടെ ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് സ്വാഭാവികമായി ഉണ്ടായ ഒരു വലിയൊരു ഒഴുക്കാണ് വാസ്തവത്തിൽ. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഈ ഒരു മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ശ്രീ കുമ്മനം രാജശേഖരനും വ്യക്തമാക്കിയിട്ടുള്ളത്.